ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ഒരു തൂക്ക് പാത്രമൊക്കെ പിടിച്ച് നിൽക്കുന്നതെന്നല്ലേ. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് തൂക്ക് പൊറോട്ട. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. ശരിക്കും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുകയാണ് ഇത് നിങ്ങളെന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആദ്യം തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പൊറോട്ടയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ഈ മസാലയും ഇതൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ തൂക്ക് പൊറോട്ടയുടെ റെസിപ്പി നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക, അതാണ് ടേസ്റ്റ്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നന്നായി പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്, അതും കൂടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പൊറോട്ടയും അതുപോലെ ബീഫ് കറിയുമാണ്. ഇനി ബീഫ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ കറി എടുത്തോളാം കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഞാനിതിലേക്കൊരു 3 പൊറോട്ട വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പൊറോട്ട ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ചേർത്തത്. ഇതിൻ്റെ മേലേക്ക് ഞാൻ ബീഫ് കറി നേരത്തെ തയ്യാറാക്കി വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് കറിയിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടെ ഈ തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ബീഫ് കറിയിൽ നല്ല എരിവായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനിനി എക്സ്ട്രാ മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പൊറോട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കറി പിടിക്കുന്ന വിധത്തിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇത് ബീഫിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക, ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളി കുറേയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് 2 മിനിറ്റ് കൂടെ ചെറിയ തീയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ ഉള്ളിയുടെയും കറിവേപ്പിലേൻ്റെ ഒക്കെ ഫ്ലേവറും കൂടെ ഇതിലോട്ട് ഇറങ്ങും. സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ ഇതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മുടെ തൂക്ക് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പറയാനായിട്ടില്ല കേട്ടോ. നമുക്കൊരു തൂക്ക് പാത്രം വേണം. പിന്നെ ഈ തൂക്ക് പൊറോട്ട എന്നുള്ള പേര് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഈ നമ്മുടെ പാർസലിൻ്റെ പ്ലേറ്റോ ബോക്സുകളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്നത്തെ സമയത്തൊക്കെ ഈ തൂക്ക് പൊറോട്ട മാത്രമല്ല എന്ത് സാധനങ്ങളായാലും ഹോട്ടലിൽ നിന്നൊക്കെ സെർവ് ചെയ്തത് ഇതുപോലെയുള്ള ഒരു തൂക്ക് പാത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് തൂക്ക് പൊറോട്ട എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ രീതിയിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഈ തൂക്ക് പാത്രത്തിൽ തന്നെ സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് തൂക്ക് പൊറോട്ട എന്ന് പറയുന്നത്. അതിപ്പോൾ എന്ത് സെർവ് ചെയ്യുകയാണെങ്കിലും പണ്ടത്തെ കാലത്ത് ഈ ഒരു രീതിയിലാട്ടോ. നമ്മൾ ചായപാത്രം അതുപോലെ പാൽപാത്രം എന്നൊക്കെ പറയും, അങ്ങനത്തെ പാത്രങ്ങളിലാണ് സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളും ആ രീതിയിൽ ഒരു തൂക്ക് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറയാം, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. കാരണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് പൊറോട്ടയുടേതിൽ തന്നെ നമ്മുടെ കിഴി പൊറോട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നി. കാരണം ഇതാകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് വരുന്നുണ്ട് എല്ലാ ഭാഗത്തും. കിഴി പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു തൂക്ക് പാത്രത്തിലൊക്കെ റെഡിയാക്കി ഇതുപോലെ സെർവ് ചെയ്ത് കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തൂക്ക് പാത്രം ഇല്ലാത്തവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ തൂക്ക് പൊറോട്ട ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കൂടെ ഒന്നും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.